ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ദിവസം ഒരു 8 രൂപ മാറ്റിവെക്കാൻ സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ നിങ്ങൾ ദിവസം തോറും മാറ്റിവെക്കുന്ന ആ 8 രൂപ നിങ്ങളുടെ വിരമിക്കൽ ജീവിതത്തിൽ മാസം 5000 രൂപ സ്ഥിരവരുമാനമായി മാറ്റാൻ സാധിക്കും. ആ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ആ ഒരു പെൻഷൻ തുക നേടാൻ സാധിക്കും. ഇരുവരും മരിച്ചുപോയാൽ നിങ്ങൾ നോമിനിയായി കൊടുത്ത ആൾക്ക് 8.5 ലക്ഷം രൂപ ലംസം ആയി ലഭിക്കുകയും ചെയ്യും. അതെ, അടൽ പെൻഷൻ യോജനയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെയാണ് ഈ പെൻഷൻ നേടാൻ സാധിക്കുന്നത് എന്നും എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നും ഈ സ്കീമിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്നും ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. ഇത് പൂർണ്ണമായും പാവപ്പെട്ടവർക്കും താഴ്ന്ന മധ്യവർഗത്തിൽപ്പെട്ടവർക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതുമായ ഒരു പെൻഷനാണ്. ഓട്ടോ ഡ്രൈവർമാർ, കർഷകർ, കെട്ടിടത്തൊഴിലാളികൾ, കൂലിപ്പണിക്കാർ എന്നിവർക്കുള്ളതാണ് ഈ പെൻഷൻ. ടാക്സ് അടക്കുന്നവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കൂടെ കൂട്ടിയേക്കണേ. വിരമിക്കലിന് ശേഷമുള്ള ജീവിതത്തിനായി പണം കരുതി വെക്കേണ്ടേ? ഈ ചോദ്യം ഉയരുമ്പോൾ പലരുടെയും മറുപടി വിരമിക്കൽ കാലം ഇനിയും ഏറെ അകലെയാണല്ലോ എന്നാണ്. വിരമിക്കൽ ഏറെ അകലെയാണ് എന്ന് തോന്നിയേക്കാം. എന്നാൽ യാഥാർത്ഥ്യം ലളിതമാണ്. മുൻകൂട്ടി പ്ലാൻ ചെയ്തില്ലെങ്കിൽ വിരമിക്കലിന് ശേഷം നിങ്ങൾ കഷ്ടപ്പെട്ടേക്കാം. ഇവിടെയാണ് അടൽ പെൻഷൻ യോജനയുടെ പ്രസക്തി. കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോടെ പ്രതിമാസം നിശ്ചിത തുക പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് ഈ പദ്ധതി. മറ്റൊരു പ്രധാന കാര്യവുമുണ്ട്. 2026 ഏപ്രിൽ 21 കണക്കനുസരിച്ച് ഈ പദ്ധതിയിൽ ചേർന്നവരുടെ എണ്ണം 9 കോടി പിന്നിട്ടിരിക്കുന്നു. ഒരു സാമൂഹിക സുരക്ഷാ മാർഗമെന്ന നിലയിൽ ഈ പദ്ധതി എത്രത്തോളം ജനങ്ങൾക്കിടയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണിത്. എന്താണ് അടൽ പെൻഷൻ യോജന? ഇതിൻ്റെ പ്രാധാന്യമെന്ത്? ഇതൊക്കെ ചുരുക്കത്തിൽ നമുക്കൊന്ന് നോക്കാം. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയാണ് ഇതിന് മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതി പ്രകാരം നിങ്ങൾക്ക് മാസം 1000 രൂപ മുതൽ 5000 രൂപ വരെയുള്ള പെൻഷൻ തുക തിരഞ്ഞെടുക്കാം. 60 വയസ്സ് മുതലാണ് പെൻഷൻ തുക ലഭിച്ചു തുടങ്ങുക. നിങ്ങൾ അടയ്ക്കേണ്ട തുക പദ്ധതിയിൽ ചേരുന്ന പ്രായത്തെയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പെൻഷൻ തുകയെയും ആശ്രയിച്ചിരിക്കും. ബാങ്ക് അക്കൗണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൗകര്യം വഴി തുക അടയ്ക്കാവുന്നതാണ്. കുറഞ്ഞ പെൻഷൻ തുകയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നു. നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭം കുറവാണെങ്കിൽ പോലും ആ കുറവ് സർക്കാർ നികത്തി നിശ്ചിത പെൻഷൻ ഉറപ്പാക്കും. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഉയരുന്നൊരു ചോദ്യമുണ്ട്. 5000 രൂപ പെൻഷൻ ലഭിക്കാൻ എത്ര നിക്ഷേപിക്കണം? വ്യത്യസ്ത പ്രായത്തിലുള്ളവർ എത്ര തുക നിക്ഷേപിക്കണമെന്ന് ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഞാൻ വിശദീകരിച്ചു തരാം. പദ്ധതിയിൽ ചേരുമ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങൾ മാസം അടയ്ക്കേണ്ട തുക. എത്ര നേരത്തെ തുടങ്ങുന്നുവോ അത്രയും കുറഞ്ഞ തുക അടിച്ചാൽ മതിയാകുമെന്നത് ഇതിൻ്റെ വലിയൊരു ഗുണമാണ്. നിക്ഷേപത്തിൻ്റെ ഏകദേശ കണക്ക്, അതുപോലെ ചേരുന്ന പ്രായം, നിക്ഷേപ കാലയളവ്, പ്രതിമാസ വിഹിതം, നോമിനിക്ക് ലഭിക്കുന്ന തുക എന്നിവയെക്കുറിച്ച് വിശദമായി ഒന്ന് നോക്കാം. 18 വയസ്സിലാണ് നിങ്ങൾ ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ നിക്ഷേപത്തിൻ്റെ കാലയളവ് 42 വർഷമാണ്. അടയ്ക്കേണ്ട തുക 210 രൂപ മാത്രമാണ്. നോമിനിക്ക് ലഭിക്കുക 8.5 ലക്ഷം രൂപയാണ്. അതുപോലെ 30 വയസ്സിലാണ് നിങ്ങൾ ഇതിൽ ചേരുന്നതെങ്കിൽ നിക്ഷേപത്തിൻ്റെ കാലയളവ് 30 വർഷമായിരിക്കും. അടയ്ക്കേണ്ട തുക 577 രൂപ. ഇതിൽ നോമിനിക്ക് ലഭിക്കുക 8.5 ലക്ഷം രൂപയായിരിക്കും. അതുപോലെ 40 വയസ്സിലാണ് ഇതിൽ ചേരുന്നതെങ്കിൽ നിക്ഷേപത്തിൻ്റെ കാലയളവ് 20 വർഷം. മാസം അടയ്ക്കേണ്ട തുക 1453 രൂപ. നോമിനിക്ക് ലഭിക്കുക 8.5 ലക്ഷം. ഈ കണക്കുകൾ പരിശോധിക്കുമ്പോഴുള്ള സന്ദേശം വ്യക്തമാണ്. നേരത്തെ തുടങ്ങുക, കുറഞ്ഞ തുക നിക്ഷേപിക്കുക, വൈകുന്തോറും നിങ്ങളുടെ പ്രതിമാസ വിഹിതം കൂടും. നിങ്ങൾക്ക് 18 വയസ്സാവുമ്പോൾ മാസത്തിൽ 42 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ 60 വയസ്സിന് ശേഷം മാസ പെൻഷനായി നിങ്ങൾക്ക് 1000 രൂപയാണ് ലഭിക്കുക. നോമിനിക്ക് ലഭിക്കുന്നത് 1.7 ലക്ഷം രൂപയാണ്. അതുപോലെ നിങ്ങൾക്ക് 18 വയസ്സാവുമ്പോൾ 126 രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ മാസ പെൻഷനായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 3000 രൂപയാണ്. നോമിനിക്ക് ലഭിക്കുന്നത് 5.1 ലക്ഷം രൂപയാണ്. ഇനി നമുക്ക് നോമിനിയായി നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പലരും പെൻഷനിൽ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്.
എന്നാൽ ഈ പദ്ധതി കുടുംബത്തിന് മികച്ചൊരു സാമ്പത്തിക സുരക്ഷ കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപേക്ഷകന്റെ മരണശേഷം പങ്കാളിക്ക്, അതായത് ഭർത്താവിനോ ഭാര്യയ്ക്കോ അതേ പെൻഷൻ തുക തുടർന്നും ലഭിക്കും. അതുപോലെ അപേക്ഷകനും പങ്കാളിയും മരണപ്പെട്ടാൽ അതുവരെ സമാഹരിച്ച മുഴുവൻ തുകയും, അതായത് 8.5 ലക്ഷം രൂപ നോമിനിക്ക് നൽകും. നിങ്ങളുടെ സമ്പാദ്യം വെറുതെയാകില്ലെന്നും കുടുംബത്തിന് സാമ്പത്തിക പിന്തുണ ലഭിക്കുമെന്നും ഉറപ്പാക്കുന്നതാണ് ഇതിൻ്റെ സവിശേഷത. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ ചേരാമെന്ന് നോക്കാം. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഈ പദ്ധതിയിൽ അംഗങ്ങളാകാം. അതുപോലെ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒരു സേവിംഗ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. സുഗമമായ ആശയവിനിമയത്തിനായി ആധാറും മൊബൈൽ നമ്പറും നൽകുന്നത് നിർബന്ധമാണ്. ഇനി 60 വയസ്സിന് ശേഷം എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിങ്ങൾ തിരഞ്ഞെടുത്ത നിശ്ചിത പെൻഷൻ തുക മാസം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. നിങ്ങളുടെ മരണശേഷം പങ്കാളിക്ക് ഇതേ തുക പെൻഷനായി ലഭിക്കുന്നത് തുടരും. ഒടുവിൽ സമാഹരിച്ച തുക നിങ്ങളുടെ നോമിനിക്ക് കൈമാറും. പെൻഷൻ തുക പിന്നീട് മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. വർഷത്തിലൊരിക്കൽ, അതായത് സാധാരണയായി ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ പെൻഷൻ തുക കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കും. നിങ്ങളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താനുള്ള ഈ സൗകര്യം പദ്ധതിയുടെ പ്രത്യേകതയാണ്. എന്തുകൊണ്ട് ഈ പദ്ധതി തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ, വിരമിക്കലിന് ശേഷം ഉറപ്പായ വരുമാനം ആഗ്രഹിക്കുന്നവർക്കും ലളിതവും അച്ചടക്കവുമുള്ളതുമായ സമ്പാദ്യശീലത്തിലൂടെ കുറഞ്ഞ റിസ്കിൽ നിക്ഷേപം നടത്താൻ താൽപ്പര്യമുള്ളവർക്കും അവരുടെ ദീർഘകാല സാമ്പത്തിക പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്താനാവുന്ന മികച്ചൊരു പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന വലിയ ലാഭം ലക്ഷ്യമിട്ടുള്ള ഒന്നല്ല, മറിച്ച് അത് ഭാവിയിലേക്കുള്ള സുരക്ഷിതത്വം നൽകുന്നതാണ്. ഇന്ന് നിങ്ങൾ നടത്തുന്ന ചെറിയൊരു പ്രതിമാസ നിക്ഷേപം വിരമിക്കൽ കാലത്ത് സാമ്പത്തികമായി മറ്റാരെയും ആശ്രയിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പു നൽകുന്നു. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.